നമസ്കാരം സർ. നമസ്കാരം. കാലം എത്ര പുരോഗമിച്ചെങ്കിലും ഇന്നും പലർക്കിടയിലും വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ഒരു കാര്യമാണ് ജാതി. സത്യത്തില് സനാതന ധർമ്മത്തില് ജാതിയുടെ സങ്കല്പം എന്താണ്? അല്ല, ഒന്ന് ആദ്യം തന്നെ ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് വർണ്ണവ്യവസ്ഥയുമായി ഇതിനെ കൂട്ടി കലർത്തിയിട്ടാണ്. അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4 തരം വർണ്ണങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷെ ജാതി ഇന്ത്യയിൽ 5000-ലധികം ഉണ്ട്. ഇത് തന്നെ ജാതിയും വർണ്ണവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ജാതിയിൽ ഈ വർണ്ണത്തിൽ 4 എണ്ണം പറയുന്നുള്ളൂ: ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. പക്ഷെ ഒരു പഞ്ചമനുണ്ട്, 5ാമതൊരു വിഭാഗമുണ്ട്. ആ 5ാം വിഭാഗത്തെക്കുറിച്ച് ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അതിനകത്ത് വിടുന്നതാണ്. പിന്നെ ഒന്ന്, ഗുണകർമ്മങ്ങളെ ആശ്രയിച്ചാണ് വർണ്ണം വരുന്നത്. മെരിറ്റ് ആൻഡ് സർവീസാണ് വർണ്ണത്തിൻ്റെ ബേസിസ്. മെരിറ്റോറിയസ് ആയിട്ട് സർവീസ് ചെയ്യുന്നവനാണ് വർണ്ണത്തിൻ്റെ ഇതിൽ വരുന്നത്. അല്ലാതെ ആ വർണ്ണത്തിൽ വരുന്നതുകൊണ്ട് അയാൾ മെരിറ്റോറിയസ് ആയിട്ട് സർവീസ് ചെയ്യുന്നു എന്നല്ല. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹുറീഹി എന്ന് പറഞ്ഞൊരു സമാസമുണ്ട്. ആരോ അവൻ, വ്യക്തിയല്ല, ആരോ അവൻ എന്ന് പറയുന്നത്. ഇപ്പം രാധാകൃഷ്ണൻ, രാധയുടെ കൃഷ്ണൻ ആരോ അവൻ എന്നാണ് ബഹുറീഹി സമാസത്തിൻ്റെ അർത്ഥം. അത് നമ്മളൊരു പേരായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഉമാനാഥൻ, ഉമയുടെ നാഥൻ ആരോ അവൻ, അങ്ങനെ ആരോ അവൻ എന്ന് വരുന്നതാണ് ഈ ബഹുവ്രീഹി സമാസത്തിൻ്റെ പ്രത്യേകത. അതുപോലെ ബ്രഹ്മജ്ഞാനമുള്ളവൻ ആരോ അവൻ ബ്രാഹ്മണൻ എന്നാണ്. ബ്രാഹ്മണനാകുന്നവനെല്ലാം ബ്രഹ്മജ്ഞാനം ഉണ്ട് എന്നല്ല അർത്ഥം. അതുകൊണ്ടാണ് ജന്മനാജായതേ ശൂദ്രഃ കർമ്മണാജായതേ ബ്രാഹ്മണഃ എന്ന് പറയാനുള്ള കാരണം. ജനം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ്, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം ആർജിക്കേണ്ടത്. ആ കർമ്മ ബ്രാഹ്മണൻ എന്ന് പറയുന്നൊരു സങ്കല്പം, ആ കർമ്മ മഹത്വമാണ് നിങ്ങളുടെ പദവിയുടെ മഹത്വമായി മാറേണ്ടത്. അതാണ് വർണ്ണസങ്കല്പം. ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ അത് പറയുന്നത് വളരെ ഉത്തമമാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തവനാണ്, ഭിക്ഷ കിട്ടി മാത്രം ജീവിക്കുന്നവനാണ്, അല്ലാതെ സമ്പാദിച്ചു വെക്കുന്നവനല്ല. ഈ അമ്പലങ്ങളിൽ മുഴുവൻ കയറി ഇറങ്ങി നടന്ന് അവിടെ നിന്ന് മുഴുവൻ കാശ് വാങ്ങി സമ്പാദിച്ചു വെക്കുന്നവനല്ല, ഭിക്ഷ കിട്ടി ജീവിക്കുന്നവൻ. ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു തത്വം ആത്മാവിൽ സ്വാംശീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും അത് പറയുകയും ചെയ്യുകയും പ്രവൃത്തിയിലും എത്തിക്കുന്നവനാണ് ബ്രാഹ്മണൻ. മഹാഭാരതത്തിലെ മുദ്ഗലൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. മഹാഋഷിയായിരുന്നു, പേര് മുദ്ഗലൻ എന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ദിവസം വയലുകളിൽ നടന്നിട്ട് ഉതിർമണികൾ മാത്രം പെറുക്കിയെടുക്കും. വീഴുന്നത്, കൊയ്യുന്നതല്ല, കൊഴിഞ്ഞു വീഴുന്ന, അതിനാണ് ഉതിർമണി എന്ന് പറയുന്നത്. ആ ഉതിർമണികൾ മാത്രം പെറുക്കിയെടുത്തിട്ട് 14ാം ദിവസം അത് ഭക്ഷണം പാകം ചെയ്തിട്ട് പക്ഷിമൃഗാദികൾക്കും അന്ന് വരുന്ന അപരിചിതർക്കും കൊടുത്തതിന് ശേഷം അവശേഷിക്കുന്നതിൻ്റെ പേര് വിഘസം എന്നാണ്. ആ വിഘസം മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നവനാണ് മുദ്ഗലൻ. അപ്പോൾ ഇയാളുടെ ഈ തപശക്തിയിൽ ദേവേന്ദ്രൻ അസ്വസ്ഥനായി. അപ്പോൾ ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ആദ്യം ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കി, നടന്നില്ല. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹം നേരിട്ട് ഒരു വാഹനമൊക്കെ ആയിട്ട് വന്നിട്ട്, ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ എത്ര ഏറ്റവും വില കൂടിയൊരു കാറ് സങ്കല്പിക്കുക, ആ കാറിൽ വന്നിട്ട് പറഞ്ഞ് ഇതിങ്ങനെ അവിടെ വരാം, സ്വർഗത്തിൽ വന്നിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഈ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഭൂമിയാണോ ഫലഭൂമിയാണോ? ഫലഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുന്ന സ്ഥലം.
കർമ്മഭൂമി എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കേണ്ട സ്ഥലം. അപ്പോൾ പറഞ്ഞ് അത് ഫലഭൂമിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ഇയാൾ പറഞ്ഞ് എൻ്റെ ഈ ഫലം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരേണ്ടി വരും അല്ലേ, അപ്പോൾ എനിക്ക് വരാൻ താല്പര്യമില്ല, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. അതാണ് ബ്രാഹ്മണൻ. അത് ഈ ഒന്നുമില്ല എന്നുള്ളതിന്, ഒന്നുമില്ലെങ്കിലും അവൻ ഒന്നും ചോദിക്കില്ല. നമ്മൾ കുചേല സദ്ഗതി വായിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചെന്നിട്ട്, ഇത്രയും വലിയ കുബേരനായ ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട്, കാണാൻ ചെന്നിട്ട്, അവിലുമായിട്ട് ചെന്ന് അത് കൊടുത്തിട്ട്, ഇത്രയും പണമൊക്കെ ഉണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും വേണം എന്നയാൾ ചോദിച്ചിട്ടില്ല. അതാണ് ബ്രാഹ്മണൻ. തൻ്റെ കനത്ത ദാരിദ്ര്യമുണ്ട്. എന്താണ്, കിഴക്കുതിക്കുമ്പോൾ ആത്മജന്മാൽ കഴക്ക് കെട്ടി കരയുന്നു നാഥ, ഇല്ലത്ത് ഇല്ലെന്ന് ചെല്ലുന്ന ഒരേറെയുണ്ട് എന്ന് പറയുന്ന ആ ഭാഗം. ഇറന്നു കഴിഞ്ഞാൽ നെല്ല് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടും കുചേലൻ അവിടെ ചെന്നിട്ട്, സുധാമാവെന്നാണ് അങ്ങേരുടെ പേര്, സുധാമാവ് അവിടെ ചെന്നിട്ട് ഇത്രയും വലിയ സമ്പന്നൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്നും ചോദിച്ചില്ല. അതാണ് ബ്രാഹ്മണൻ. അങ്ങനെ ഉള്ളവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അവനെ സംരക്ഷിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനുള്ളതാണ്. കാരണം അവനൊന്നുമില്ല, അവനൊന്നും വേണ്ട. ആ വേണ്ടാത്തവൻ്റെ കൂട്ടത്തിലാണ് ബ്രാഹ്മണൻ വരുന്നത്. ക്ഷത്രിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയന് സ്വത്ത് സമ്പാദ്യമില്ല, രാജ്യത്തിനാണ് സ്വത്ത്, രാജാവിന് സ്വത്തില്ല. നമ്മുടെ രാജാക്കന്മാരെല്ലാം മറന്നുപോയൊരു കാര്യമാണ്. എല്ലാ രാജാക്കന്മാർക്കും സ്വത്തുണ്ട്. അത്ഭുതമാണ്. സ്വത്ത്, സമ്പത്ത് രാജ്യത്തിൻ്റേതാണ്, രാജാവിൻ്റേതല്ല. വ്യത്യാസമുണ്ട്. ഇപ്പം ട്രംപ് സ്വന്തം നിലയ്ക്ക് ബിസിനസ്സുകാരനാണ്. അപ്പോൾ ട്രംപിൻ്റെ താല്പര്യം വരുന്ന സ്ഥലത്ത് രാജ്യത്തിൻ്റെ താല്പര്യത്തേക്കാൾ ബിസിനസ് താല്പര്യത്തിനായിരിക്കും പ്രാമുഖ്യം വരിക സ്വാഭാവികമായിട്ട്. മറ്റത് അതില്ല, ഒന്നുമില്ല. അതല്ലേ ജനകൻ പറഞ്ഞത്. ജനകൻ അന്ന് അക്കാലത്തെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്നു, നമ്മുടെ സീതയുടെ അച്ഛൻ. ജനകൻ ഋഷിയുമായിരുന്നു. അതായത് ഈ അദ്വൈത വേദാന്തത്തിൽ ഉപരിപഠനം വേണമെന്ന് വ്യാസൻ്റെ മകൻ ശുഗൻ വ്യാസനോട് ചോദിച്ചപ്പോൾ വ്യാസൻ പറഞ്ഞത്, അതിന് ഞാനല്ല യോഗ്യൻ, നീ ജനകൻ്റെ അടുത്ത് പോയി പഠിക്കാനാണ് പറഞ്ഞത്. അത്ര മഹാപണ്ഡിതനുമായിരുന്നു. അപ്പോൾ ജനകൻ പറഞ്ഞു, നാളെ ഈ മിഥിലാപുരി മുഴുവൻ അഗ്നിക്കരയായാലും എനിക്കൊന്നുമില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഇതൊന്നും എൻ്റേതല്ല, ഇതം ന മമ. അതുകൊണ്ട് ഇതൊന്നും അപ്പം രാജാവെന്ന് പറഞ്ഞാൽ പ്രജാപാലനം നടത്തി രാജ്യത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നവനാണ്. അവൻ സ്വത്ത് സമ്പാദിച്ച് ജീവിക്കുന്നവനല്ല. അതുകൊണ്ടാണ് ഒന്നുമില്ലാതെയാണ് രാജാവ് പോകുന്നത്. ഇപ്പോൾ നമ്മളത് ഏറ്റവും മനോഹരമായ രംഗം, കണ്ണീരോടുകൂടി ഞാൻ വായിച്ചിട്ടുള്ളൊരു രംഗം, ശ്രീരാമൻ ഈ മഹാപ്രസ്ഥാന യാത്രക്ക് പോകുന്നതാണ്. ഒന്നുമില്ല കയ്യിൽ, ഒന്നും. 2 ചുവട് ദർഭപ്പുല്ലുകൾ മാത്രം ഈ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് മഹാസാമ്രാജ്യങ്ങൾ ഉടമയായിരുന്ന ഒരു മനുഷ്യൻ മരണത്തിലേക്ക് പോകുന്നത്. ഒന്നുമില്ല. അപ്പോൾ കാരണം അത് സ്വത്ത് രാജ്യത്തിൻ്റേതാണ്, രാജാവിൻ്റേതല്ല. ഈ സങ്കല്പമുള്ളവരാണ് രാജാക്കന്മാർ. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ എണ്ണം ഇന്ത്യയിൽ കുറഞ്ഞു വന്നപ്പോഴാണ് ഇന്ത്യ വിദേശാധിപത്യത്തിന് അടിപ്പെട്ടു പോയത്. എല്ലാ രാജാക്കന്മാരും ഇത് രാജ്യത്തിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റി സ്വന്തമാക്കാൻ തുടങ്ങി. അങ്ങനെയാണ്. അല്ലാതെ രാജാക്കന്മാർ എന്ത് പണിയെടുത്തിട്ടാണ് ഈ സ്വത്തൊക്കെ ഇത്രയും കിട്ടിയിരിക്കുന്നത്? രാജ്യത്തിൻ്റെ സ്വത്ത് രാജാവിൻ്റെ സ്വത്തായി മാറിക്കഴിഞ്ഞപ്പോൾ രാജ്യം നശിച്ചു. അപ്പോൾ അതാണ് ക്ഷത്രിയൻ. വൈശ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി സമ്പത്തുണ്ടാക്കുന്നവനാണ്. അവന് വേണ്ടി സമ്പത്തുണ്ടാക്കുന്നതല്ല, രാജ്യത്തിന് വേണ്ടി സമ്പത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ 1/6 നികുതി കൊടുത്തുകൊണ്ട് രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നവനാണ് വൈശ്യൻ. ഈ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്തുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നവനാണ് ശൂദ്രൻ. ഇതാണ് ഇതിൻ്റെ സങ്കല്പം. അപ്പോൾ അതും ജാതിയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപീമാം വിദ്ധി അകർത്താരം അവ്യയം എന്ന് പറയാൻ കാരണം, ഈ 4 വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും
ഞാനതിൻ്റെ സ്രഷ്ടാവല്ല, കാരണം അത് അനാദിയാണ്, എന്നും ഉള്ളതാണ്. അനാദിയും അനന്തവുമായ ഒന്നിന് സ്രഷ്ടാവില്ല, അത് അകർത്താരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല അതിൻ്റെ കർത്താവ്, അത് പ്രപഞ്ച നിയമം ഞാൻ പറഞ്ഞു എന്നാണ്. ഇപ്പം ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ച് ന്യൂട്ടൺ പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ന്യൂട്ടൺ ഉണ്ടാക്കിയതാണ്? അല്ല, ഓൾറെഡി ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് വർണ്ണസങ്കല്പം. ജാതി അതല്ല. ജാതി എന്താണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ജാതി നിർണയം, ജാതി ലക്ഷണം, ഈ 2 ചെറിയ കൃതികളുണ്ട് ഗുരുദേവൻ്റെ. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. ആ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പ്രപഞ്ചത്തിലുണ്ട്. അത് സ്ഥലത്തിലും കാലത്തിലും നിലനിൽക്കുന്ന എല്ലാത്തിനും സ്ഥലകാല മുദ്രകൾ വരും. സ്ഥലകാല മുദ്രയാണത്. അവിടെ നിറം മാറും. ചിലർക്ക് വെളുത്ത നിറമായിരിക്കും, ചിലർക്ക് കറുത്ത നിറമായിരിക്കും, ചിലർക്ക് അതിലേത് നിറമാണ് ഭംഗി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പൊതുവെ വെളുത്ത നിറത്തിനാണ് ഭംഗി എന്ന് പറയുമെങ്കിലും നമ്മുടെ സങ്കല്പത്തിൽ ഏറ്റവും നീലക്കാർ വർണ്ണനല്ലേ. ശ്രീരാമൻ്റെ നിറം നീലയായിരുന്നു, രാവണൻ്റെ നിറം നീലയായിരുന്നു, നീലാദ്രി പോലെ നിശാചര നായകൻ എന്ന് പറയുന്നുണ്ട്, നീലസമുദ്രം പോലെ. അപ്പം അങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോന്നിങ്ങനെ വന്നിട്ട് ആ മുദ്രകൾ വരും. ആ മുദ്രകളാണ് ജാതി, ഐഡൻറ്റിഫിക്കേഷൻ മാർക്സാണ്. അപ്പോൾ അതിൽ ജാതി ഇല്ലാതെയാക്കാൻ കഴിയില്ല. സ്ഥലത്തിലും കാലത്തിലും നിലനിൽക്കുവോളം ഈ ജാതിയുണ്ട്. പക്ഷേ ജാതി ഭേദവിചാരം ഇല്ലാതെയാക്കാൻ കഴിയും. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ജാതി ഇല്ലാതെ ഇപ്പോൾ വന്നിട്ട് ജാതിയൊക്കെ പോട്ടെ, ഒരു കാര്യമില്ല. നിയമം പാസ്സായി കഴിഞ്ഞാൽ ജാതി പോവുക? ഇല്ല. പിന്നെ ഒന്നുമില്ലാത്തവൻ്റെ അവസാനത്തെ ആയുധം ജാതി മഹത്വമാണ്. ഒരു കാര്യവും ഇല്ല എന്നുണ്ടെങ്കിൽ, തനിക്ക് അഭിമാനിക്കത്തക്ക വിധത്തിൽ തൻ്റെ ഒരു കർമ്മവും ഇല്ലെങ്കിൽ പറയും ഞാൻ ഇന്ന ജാതിയാണ്, നല്ല ജാതിയാണെന്ന് പറയും. ജാത്യാഭിമാനം അങ്ങനെ വന്നു പെടുന്നതാണ്. കർമ്മമഹത്വം അവകാശപ്പെടാനില്ലാത്തവർക്ക് ജാതി മഹത്വം അവകാശപ്പെടേണ്ടി വരും. അത് അവൻ്റെ പരിമിതിയാണ്. അത് പാടില്ല. ജാതി ഭേദവിചാരം ഒഴിവാക്കണം. ജാതി ഭേദവിചാരം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിൽ നിന്നാണ് ജാതിഭേദം പോകേണ്ടത്. മനസ്സിൽ നിന്ന് ജാതിഭേദത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ജാതിഭേദം, മതദ്വേഷം, ഏതുമില്ലാതെ, ആ ഏതും എന്നുള്ളതിനെ ജാതിഭേദമില്ലാതെ ജീവിക്കുക, മതദ്വേഷമില്ലാതെ ജീവിക്കുക. അതിന് വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യനിലിത് വേണം, മനസ്സിൽ നിന്നത് പോകണം. അതിനെയാണ് മനുഷ്യൻ നന്നാൽ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ ഏത് മതത്തിലും മനുഷ്യന് നന്നാകാനുള്ള മാർഗങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ടിട്ട് നന്നാകാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാതെ ജാതി ഒരു ദിവസം ഇല്ലാതെയാക്കാൻ കഴിയും എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു മഹത്വവും ഇല്ലാത്തവൻ്റെ അവസാനത്തെ അത്താണിയായിട്ട് അവൻ ആശ്രയിക്കുന്നതാണ് ജാതി മഹത്വം. വേറെ ഒന്നുമില്ല, അവൻ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കർമ്മമഹിമ ഉള്ളവരുടെ ജാതി ആരും അന്വേഷിക്കാറില്ല. അവിടെയും അന്വേഷിക്കുന്നവർ കണ്ടേക്കാം. യേശുദാസിൻ്റെ പാട്ട് കേൾക്കുന്ന സമയത്ത് യേശുദാസിൻ്റെ ജാതി നിങ്ങൾ ഓർക്കുക? ഇല്ല. വലിയ ഗായകരുടെയൊക്കെ ഇപ്പോൾ ദേവരായൻ മാഷ് സംഗീതം ചെയ്തിരിക്കുന്ന പാട്ട് കേൾക്കുമ്പോൾ ദേവരായൻ മാഷ് ഏത് ജാതിക്കാരാണെന്ന് ഇല്ല, പാട്ട് കേൾക്കുന്ന ഒരാളും നോക്കാറില്ല. രാഘവൻ മാഷുടെ പാട്ട് കേൾക്കുന്ന സമയത്ത് എങ്ങനെ നീ മറക്കും കുയിലേ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ രാഘവൻ മാഷ് ഏത് ജാതിക്കാരനാണെന്ന് ചോദിക്കാറുണ്ട്? രവീന്ദ്രൻ മാഷുടെ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ രവീന്ദ്രൻ മാഷ് ഏത് ജാതിക്കാരനാണെന്ന് ചോദിക്കാറുണ്ട്? രാജഹംസമയൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഈ രവീന്ദ്രൻ മാഷ് ഏത്, അത് നോക്കില്ല. കർമ്മമഹിമ ഉള്ളവർക്ക് കർമ്മമഹിമയുടെ അടിസ്ഥാനത്തിൽ അവൻ്റെ ജാതി അന്വേഷിച്ച് പോകുന്നവൻ നികൃഷ്ടനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് മഹാന്മാരുടെയും
നദികളുടെയും ഉത്ഭവം അന്വേഷിക്കാറില്ല എന്ന് പറയാൻ കാരണം നിങ്ങളുടെ കർമ്മം മഹത്തരമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജാതി അന്വേഷിച്ചും പോകുന്നവരുണ്ടാകും. അവർ അധമന്മാരാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ള അവസ്ഥയിൽ ജാതി ഇല്ലാതെയാക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരാൾക്കും ഇത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉള്ളതാണ്. കറുത്തവനെന്നും വെളുത്തവനെന്നും. ഇപ്പോൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാലും അതൊക്കെ ഇല്ലേ, ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങളുണ്ട്, എല്ലായിടത്തും അതുകൊണ്ട്. അത് സ്ഥലത്തിലും കാലത്തിലും നിലനിൽക്കുന്ന എല്ലാത്തിനും സ്ഥലകാല മുദ്രകൾ വന്നു ചേരും. അതിപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ജാതിഭേദം എല്ലാ മനുഷ്യനും അവൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റും. എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് ജാതിഭേദത്തെ ഇല്ലാതെയാക്കാൻ കഴിയും. ആ എൻ്റെ മനസ്സിൽ നിന്ന് ജാതിഭേദം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജാതിയില്ല. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, നമുക്ക് ജാതിയില്ലെന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നത് പോയി, പിന്നെ അദ്ദേഹത്തിന് അതില്ല. അത് തന്നെ ഇതേ കാര്യം തന്നെ ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട്. ന മൃത്യും ന ശങ്ക നമേ ജാതിഭേദ. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ജാതിഭേദമില്ല. അത് പറഞ്ഞ ശങ്കരാചാര്യരാണ്. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം. എഴുത്തച്ഛൻ പേര് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എന്താണ് പേര്? ഉണ്ണികൃഷ്ണൻ എന്നാണ് പേര്. എന്തൊരു നല്ല പേര്. പണി അടിച്ചു മാറ്റലാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. നമ്മൾ എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്? പക്ഷേ രാധാകൃഷ്ണൻ എന്നുള്ള പേരുകാരന് അല്പം അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം അതാണെന്ന് പറയാൻ പറ്റും. ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറയാൻ പറ്റുമോ? ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറയാൻ പറ്റുമോ? പക്ഷേ ഉണ്ണികൃഷ്ണൻ എന്ന് പേരിട്ടിട്ട് അയ്യപ്പനെ തന്നെ മറച്ചു വെക്കുകയാണ്. അതുപോലെ അതിനകത്തുള്ള പേരുകാരൊക്കെ എത്രയോ നല്ല പേരാണ് എല്ലാവരുടെയും. ശങ്കരദാസൻ, എല്ലാം ഭഗവാന്മാരുടെ പേരാണ്. പണി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അടിച്ചു മാറ്റലാണെന്നാണ് പറയുന്നത്. അതിനിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഈ ജാതി നാമാദികൾക്കല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ മഹത്വം ഇരിക്കണം. സനാതനധർമ്മം കർമ്മ മഹത്വത്തെയാണ് ആശ്രയിക്കുന്നത്. ഞാനിഞ്ഞൊരു ചോദ്യം കൂടി ചോദിക്കാം. വളരെ മോശമായിട്ട് പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ, നന്നായി മുടിവെട്ടുന്ന ഒരു ബാർബർ, നിങ്ങൾ ആരെയാണ് കൂടുതൽ ബഹുമാനിക്കുക? തീർച്ചയായിട്ടും അധ്യാപകനെ ആയിരിക്കും. അധ്യാപകനെ ഞാൻ ബഹുമാനിക്കില്ല. ഞാനിത് എൻ്റെ കുട്ടികളോട് ചോദിച്ചു. ഞാൻ ഈ ഭഗവത്ഗീതയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ MA പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരെയായിരിക്കും ബഹുമാനിക്കുക? അവർ കോറസിൽ പറയും ബാർബറെ ആയിരിക്കും. നന്നായി കർമ്മം ചെയ്യുന്നവനെ ബഹുമാനിക്കുള്ളൂ. അല്ലാണ്ട് ഒരാൾ അധ്യാപകനാണ്, അധ്യാപകൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഭ്രാന്തന്മാർ പോലും ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ ആരെങ്കിലും ബഹുമാനിക്കുക? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുകയുള്ളൂ. ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതിയിട്ടായിരിക്കും നമ്മളിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയാണ്. കർമ്മം നല്ലതാണെന്നുണ്ടെങ്കിൽ നന്നായി ഇപ്പോൾ ഗീതാ ഗോവിന്ദം വായിക്കുമ്പോൾ ജയദേവൻ്റെ ജാതി എന്താണെന്ന് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഇല്ല. ചങ്ങമ്പുഴയുടെ കൃതികൾ വായിക്കുമ്പോൾ ചങ്ങമ്പുഴയുടെ ജാതി അന്വേഷിച്ച് പോകുന്നതിനോട് എനിക്ക് അല്പം പോലും അസൂയയില്ല. അല്ലെങ്കിൽ കുമാരനാശാൻ്റെ കവിത വായിക്കുമ്പോൾ കുമാരനാശാൻ്റെ ജാതി ഇതാണ് എന്ന് മാത്രം കണ്ടെത്തുന്ന ഒരുത്തനോട് നമുക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ അതേ മനസ്സിലാവുന്നുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് കർമ്മ മഹത്വത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ മഹത്തായ കർമ്മം ജാതിഭേദാതീതമായിരിക്കും. അതാണ് ശങ്കരാചാര്യരെ മനീഷാ പഞ്ചകത്തിൽ പറഞ്ഞത്, ഈ അദ്വൈതം എന്നെ പഠിപ്പിച്ചവൻ ചണ്ടാലനായാലും ബ്രാഹ്മണനായാലും അവനാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞത്. ചണ്ടാലനോട് വന്നപ്പോൾ അത് കാരണം ആ കർമ്മത്തിൽ നിന്ന് ഞാനിത് പഠിച്ചു, അവനാണ് ഗുരു എന്ന്. ചണ്ടാലനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് എഴുതുന്നതാണ് 5 ശ്ലോകം. അതാണ് മനീഷാ പഞ്ചകം. ശങ്കരാചാര്യ അത് എഴുതാനുള്ള കാരണം അതാണ്. അപ്പോൾ നമുക്ക് ജാതിയില്ല എന്ന് അവർ പറയുമ്പോൾ അത് എല്ലാവരും നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഹത്വവും കൂടി നമ്മൾ ആർജിച്ചിരിക്കണം. മനസ്സിൽ നിന്ന് ഇത് പോകണം. മനസ്സിൽ നിന്നത് പോകുമ്പോൾ
ഈ ജാതി നാമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ കർമ്മത്തിൻ്റെ മഹത്വം കണ്ട് അതിനെ നാം ആദരിച്ചു തുടങ്ങും. അതാണ് സനാതനധർമ്മത്തിൻ്റെ സങ്കല്പം. കർമ്മത്തെ ആദരിക്കുക. ആ കർമ്മ മഹിമയുണ്ടെങ്കിൽ അതാണ് ശരി. മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ഇതില്ലാത്തൊരുത്തന ഇപ്പോൾ ഒരു മോശം ഡോക്ടർ നിങ്ങളുടെ ബന്ധുവാണെന്ന് തന്നെ വെക്കുക. നിങ്ങൾക്കൊരു രോഗം വന്ന് 5 കിലോമീറ്റർ അപ്പുറത്താണ് നല്ല ഡോക്ടറുള്ളത്. നിങ്ങൾ എന്തു ചെയ്യും? ബന്ധുവിനെ കാണുമോ നല്ല ഡോക്ടറെ കാണുമോ? നല്ല ഡോക്ടറിനെ. എന്താ കാരണം? നമ്മൾ തിരിഞ്ഞു പോവും ഇയാളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരി, അതല്ലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ബന്ധുവാണ് കേട്ടോ അന്ന് പോയി കളയാന്ന് എങ്ങനെ പോകും? കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കോഫിൻ കൂടി കൊണ്ടുപോകേണ്ടി വരും. കാരണം അത് കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പെട്ട് കഴിഞ്ഞാൽ ശവമായിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ നമ്മൾ പോവില്ല. അപ്പോൾ ആ മിടുക്ക് കർമ്മകുശലത, അതാണ് ആ വാക്ക്. ആ കർമ്മകുശലതയുള്ളവരുടെ കർമ്മം, ആ കർമ്മത്തിന് ഇതൊന്നും ബാധകമേ അല്ല. ആ കർമ്മം സ്വന്തം നിലക്ക് തന്നെ വരും. ഇപ്പോൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത്, കേരളത്തിലുള്ള പലരും ധരിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധി ബ്രാഹ്മണനാണെന്നാണ്. മഹാത്മാഗാന്ധി വൈശ്യനാണ്, ബ്രാഹ്മണനേ അല്ല. വൈശ്യന്മാരുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണെന്നാണ്, ഒരു ഋഷിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം വൈശ്യനായിരുന്നു. പക്ഷെ ഭഗവത്ഗീതക്ക് ഭാഷ എഴുതിയിട്ടുണ്ട്, അനാസക്തി യോഗം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ജാതിയെക്കുറിച്ചുള്ള സനാതനധർമ്മ സങ്കല്പം അത് കർമ്മവ്യവസ്ഥയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. നന്നായി ചെയ്യുന്ന കർമ്മമാണ് നല്ല കർമ്മം. നല്ല ജോലി എന്ന് പറഞ്ഞൊരു ജോലിയില്ല. ഏത് ജോലിയും നിങ്ങൾ നന്നായി ചെയ്യും എന്നുണ്ടെങ്കിൽ അത് മഹത്തായ കർമ്മമാണ്. മഹത്തായ കർമ്മം ചെയ്യുന്നവൻ ആരാണോ അവൻ ആദരിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് സനാതനധർമ്മം ജാതിയെ ഇങ്ങനെയാണ് കാണുന്നത്.